സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വിളിച്ച് സംസാരിച്ചതോടെ നിലപാടിൽ അയവ് വന്നുവെങ്കിലും പാർട്ടി അംഗത്വം പുതുക്കുന്നതിൽ ജി സുധാകരന്റെ തീരുമാനമൊന്നും ആയിട്ടില്ല. ജില്ലാ കമ്മിറ്റിയുടെ അംഗത്വ പുനഃപരിശോധന അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മുതിർന്ന നേതാവായ ജി സുധാകരൻ അംഗത്വം പുതുക്കുമോ എന്നതാണ് ഇനി ആകാംക്ഷ. നിയമസഭാ സീറ്റ് നൽകാത്തതിൽ സുധാകരന് അതൃപ്തിയുമുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ഈ അംഗത്വം പുതുക്കുന്നില്ല, ഇനിയിപ്പോ ലെവി അടയ്ക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞത് ന്യായമായി ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് മേൽപ്പറഞ്ഞ ഈ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എന്നാണ്. ബുദ്ധിമുട്ടില്ല, പരിഹാരമായി, അനുനയമായി എങ്കിൽ പുതുക്കുമോ? മാധു, ഈ സ്ക്രൂട്ടറിയുടെ സാങ്കേതികത്വം എങ്ങനെയാണ്? നിലവിൽ ബ്രാഞ്ച് അംഗം കൂടിയായിട്ടുള്ള ജി സുധാകരന്റെ ബ്രാഞ്ച് സൂക്ഷ്മ പരിശോധന കമ്മിറ്റി സമയത്ത് അദ്ദേഹം അത് പുതുക്കിയിട്ടില്ല. അത് ഇനിയിപ്പോൾ ജില്ലാ സ്ക്രൂട്ടറി ഉണ്ട്, അത് അല്ലെങ്കിൽ സംസ്ഥാന പുനഃപരിശോധന സ്ക്രൂട്ടറി ഉണ്ട്, യോഗമുണ്ട്, കമ്മിറ്റിയുണ്ട്. അത് 31 ഈ മാർച്ച് 31 വരെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ബ്രാഞ്ചിൽ അദ്ദേഹത്തിന് പുതുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് സാങ്കേതികമായ ഒരു പരാതി കൊടുത്ത ശേഷം അത് സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് സംസ്ഥാന സ്ക്രൂട്ടറിയിൽ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കാവുന്നതാണ്. സ്വാഭാവികമായി അത്തരം പരാതികൾ വരുമ്പോൾ അത് പുതുക്കി കൊടുക്കുന്നത് CPM-നകത്ത് ചട്ടക്കൂട്ടിനകത്ത് സ്വാഭാവിക നടപടി കൂടിയാണ്. പക്ഷേ അദ്ദേഹം നിലവിൽ തന്റെ മെമ്പർഷിപ്പ് പുതുക്കുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തിൽ തീരുമാനം പാർട്ടി അറിയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്താണെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. കാരണം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിൽ എത്തുന്നുണ്ട്. ആ സമയത്ത് സി സുധാകരനെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ നേരിട്ട് കാണാനായി പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിക്കുകയോ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ചില പാർട്ടി കേന്ദ്രങ്ങൾ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ മഞ്ഞുരുക്കമുണ്ടാകും. ജി സുധാകരൻ പാർട്ടിക്ക് വിധേയനായി നിൽക്കും. പക്ഷേ പാർട്ടിക്ക് പുറത്തുള്ള ജി സുധാകരനെ നിലവിൽ ഭയപ്പെടേണ്ട ആ കാര്യമുണ്ടെന്നാണ് നിലവിൽ പാർട്ടി നേതാക്കൾ വിശ്വസിക്കുന്നത്. കാരണം പാർട്ടി ചട്ടക്കൂടിന് പുറത്തുള്ള ജി സുധാകരന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തും ഏതും വിളിച്ചു പറയാം, ഏത് വിധത്തിലും അദ്ദേഹത്തിന് പെരുമാറാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുക. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പുറത്തുള്ള ജി സുധാകരൻ അപകടകാരിയാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കിയാൽ ചട്ടക്കൂടിനകത്തേക്ക് വരും. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ചില പരിധികൾ വരും. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ തന്ത്രപൂർവമായ തീരുമാനമായിരുന്നു പാർട്ടി മെമ്പർഷിപ്പിനെ പുറത്തു നിൽക്കുക, താനൊരു കമ്മ്യൂണിസ്റ്റായി തന്നെ നിലനിന്നുകൊണ്ട് പോരാട്ടം നടത്തുക. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് MA ബേബിയോട് അദ്ദേഹത്തിന് സീറ്റ് വേണം. അതായത് MV ഗോവിന്ദൻ അദ്ദേഹത്തെ അപമാനിച്ചത് മാത്രമല്ല ജി സുധാകരന്റെ വിഷയം, അദ്ദേഹത്തിന് ഇത്തവണ കൂടി മത്സരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചതും അത് ഈ മാസം 7-ാം തീയതി വരെ ക്ഷമിക്കാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ സ്വാഭാവികമായും മത്സരിക്കാനുള്ള സീറ്റ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ നിലയിൽ എങ്ങനെ ജി സുധാകരനെ പ്രശ്നം പരിഹരിക്കാനാ? ഒരുപക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കണ്ടാൽ പ്രശ്നമായിരിക്കും. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.